ഹായ് കൂട്ടുകാരെ, ഈ നല്ല അടിപൊളി ഷീറ്റ് കണ്ടില്ലേ? നല്ല സ്വർണ്ണ കളറുള്ള ഷീറ്റ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് അറിയോ? ഇതിനൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഒരുപാട് തൊഴിലാളികളുടെ കഷ്ടപ്പാടിലൂടെയാണ് നമ്മുടെ ഈ ഗോൾഡൻ കളറായിട്ടുള്ള ഷീറ്റ് കിട്ടിയിട്ടുള്ളത്. ഇത് കുഞ്ഞാണിയാക്ക റബ്ബർ വെട്ടിയിട്ട് അവിടുത്തെ റാട്ടയിൽ ഉണ്ടാക്കുന്ന ഷീറ്റാണ് കേട്ടോ. കുഞ്ഞാണിയാക്കൊക്കെ ആ റാട്ടയിലാണ് പാല് കൊണ്ടുപോയി കൊടുക്കൽ. കുഞ്ഞാണിയാക്കാൻ്റെ റബ്ബർ ടാപ്പിംഗ് ആണ് കേട്ടത്. കുഞ്ഞാണിയാക്കാൻ്റെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടത്. അപ്പോൾ അതാ ഇങ്ങനെ ഓരോ മരവും വെട്ടി നമ്മൾ കുറേ സമയം കഴിയുമ്പോൾ ആ ചിരട്ടയിൽ പാല് നിറഞ്ഞു വരും. തുള്ളി തുള്ളിയായിട്ട് പാല് നിറഞ്ഞു വരും. ചിലപ്പോൾ ചിരട്ട ഫുള്ളാകുമ്പോൾ അത് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ചിരട്ടയൊക്കെ കിട്ടുള്ളൂ. ചിലപ്പോൾ ഒന്നും രണ്ടും ചിരട്ടയൊക്കെ ആയിട്ട് കിട്ടും. അത്രയും പാലുള്ള മരങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ മരവും ടാപ്പിങ്ങുകാർ വെട്ടി പാലെടുത്തിട്ട് അതാണ് നമ്മൾ ഷീറ്റാക്കുന്നത്, ഉണക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞാണിയാക്കാൻ്റെ റബ്ബർ തോട്ടം. ഈ തോട്ടത്തിലാണ് കുഞ്ഞാണിയാക്ക ടാപ്പിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാണിയാക്കാൻ്റെ കൂടെ ടാപ്പിങ്ങിന് പോവാറുണ്ട് കേട്ടോ. എനിക്ക് ലീവുള്ള ദിവസങ്ങളിലൊക്കെ ഞാനും രാവിലെ കുഞ്ഞാണിയാക്ക പോകുമ്പോൾ എണീറ്റ് പോകും. അപ്പോൾ പിന്നെ കുഞ്ഞാണിയാക്കാൻ്റെ ഒരു ചാനലാണ് കേട്ടോ ഇത്. ചാനലിൽ ഞാനാണ് ഇന്ന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ വലിയൊരു അരിപ്പ വെച്ചിട്ട് വലിയൊരു ടാങ്കിക്ക് എന്തോ ഒരു സംഭവത്തൊക്കെയാണ് ഇത് അരിച്ച് പാല് അരിച്ച് കൂട്ടുന്നത് കണ്ടോ. കന്നാസ് കൊണ്ട് ഇവിടെ അരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നാണ് പാല് കോരി ഓരോ ബക്കറ്റിക്ക്. പിന്നെ വെള്ളം, ആസിഡാണ് ഒഴിക്കുന്നത്, വെള്ളമാണ്. അങ്ങനെയാണ് ഡിഷിക്ക് പാലൊക്കെ പറഞ്ഞ് വലിയ ഒരു റാട്ടയാണ് ഇട്ടത്. ഇവിടെ ഒരുപാട് പേര് പാല് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പാല് കൊണ്ടുവന്നിട്ട് അരിച്ച് ഷീറ്റാക്കുന്ന തൊഴിലാളികളാണ് കേട്ടോ. അങ്ങനെ ഓരോ ഷീറ്റാക്കാൻ കണ്ടില്ലേ, പിന്നെ ഡിഷ് അട്ടിയായി വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കണക്കിലിങ്ങനെ ഒഴിച്ച് ആ ഡിഷിലുള്ള ഷീറ്റ് മുഴുവൻ ഇവിടെയുള്ള തൊഴിലാളികൾ മെഷീനിൽ അടിച്ചെടുക്കുന്നുണ്ടോ. ഇതൊരു മോഡൽ ഡിഷാണ്. ഇപ്പോൾ 4 ഡിഷ് ചേർന്നിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇതിലേക്ക് ഒന്നിച്ച് ഒരു പാലിൻ്റെ ഒഴിക്കുകയാണ്. ആസിഡും വെള്ളമൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണണമെങ്കിലും ഷീറ്റിനെ കുറിച്ച് അറിയണമെങ്കിലൊക്കെ ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നോളുണ്ടോ. ഞങ്ങളുടെ നാട് മലപ്പുറം ജില്ല, നിലമ്പൂർ, പൂക്കോട്ടുംപാടം. ഇത് പിന്നെ കുറുക്കൻകാറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. പൂക്കോട്ടുംപാടത്ത് കുറച്ച് ഇങ്ങോട്ട് പോകാൻ മതി. അപ്പോൾ ഇവിടെയുള്ള തൊഴിലാളികളാണ് ഇവിടെ ഇങ്ങനെ ജോലി എടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഷീറ്റ് ഇങ്ങനെ നിരനിരയായി വെച്ചിട്ട് പിന്നെ അത് ഓരോ ഡിഷിന്ന് 4 ഡിഷ് ചേർന്നിട്ടുള്ള സംഭവമാണ് കണ്ടോ. എന്നിട്ട് അതിന് ഇങ്ങനെ സീറ്റ് എടുക്കുക, ഡിഷിലേക്ക് വെച്ചെടുക്കുക, ഇവിടുന്ന് ഒരാൾ വെച്ചെടുക്കുക, അവിടെ ഒരാൾ വാങ്ങുക. എല്ലാം മോട്ടറാണ്. അന്ന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ കണ്ടോ ഡിഷ് കഴുകി എടുക്കുക, പിന്നെ ആ ഡിഷ് മാറ്റി വെക്കുക, താഴത്ത് അത് ഇവിടെ ഇങ്ങനെ വെക്കുക. പിന്നെ അതിൻ്റെ അടിയിലുള്ള സംഭവത്തിന് സീറ്റ് വലിച്ചെടുക്കുക. അപ്പോൾ എന്താ പറയുക, കുറേ ജോലി എടുക്കാൻ കുറച്ച് തൊഴിലാളികളുണ്ട്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷീറ്റ് അടിക്കും, ഇതിൽ താഴെ വന്ന് ചാടും. അത് കുറച്ച് ആൾക്കാർ എടുക്കാനുണ്ടാവും. പിന്നെ ഇങ്ങനെ ഈ മെഷീനിൽ വന്നിട്ട് പിന്നെ അടിച്ചെടുക്കും. അങ്ങനെയൊക്കെ നല്ല വളരെ രസകരമായിട്ട് നമുക്ക് ഇവിടെ വന്നാലും കുറച്ചൊക്കെ കാണാനും അറിയാനൊക്കെ പറ്റും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. ഇപ്പോൾ കണ്ടോ, ഒരു ഷീറ്റ് ഇവിടെ തോരിയിട്ടിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഇതോടെയാണ് പുകപ്പരയിലേക്ക് ഈ ഷീറ്റ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യട്ടോ, പുകപ്പരയിലേക്ക്. എന്നിട്ട് ഈ ഷീറ്റ് ഇപ്പോൾ വെള്ളം തോർന്ന് പോയിട്ട് പിറ്റേ ദിവസം ഇതിൽ വെള്ളം ഉണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ ഒരു വെയിലത്തിടല്ല, നേരെ പുകപ്പരയിലേക്ക് ഇട്ടിട്ട് പുകപ്പരയിൽ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും ഷീറ്റ് ഇങ്ങനെ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ദിവസവും ഇവിടെ തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നത്. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. നല്ല സ്വർണ്ണ കളറുള്ള ഷീറ്റില്ലേ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നോളി. മലപ്പുറം ജില്ല നിലമ്പൂർ പൂക്കോട്ടുംപാടം വഴിയിൽ പോന്നാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഓരോരുത്തർ ഷീറ്റ് തൊഴിലാളികൾ വാരി കൂട്ടിക്കണ്ടോ. അടിപൊളിയല്ലേ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണം. ഷീറ്റ് ഉണങ്ങി ഓരോ കെട്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി എത്തുന്നത് ടാറ്റാ.